CPM രാഷ്ട്രീയ ആശയങ്ങൾ കുത്തിനിറച്ച് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം. സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൽ ഗവർണർ പദവിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ രാഷ്ട്രീയ പരാമർശങ്ങൾ. ഇതര രാഷ്ട്രീയ പാർട്ടികളോട് വിദ്വേഷം തോന്നാവുന്ന പരാമർശങ്ങളും പുസ്തകത്തിലുണ്ട്. ഖലിസ്ഥാനും കശ്മീർ ജിഹാദികൾക്കും സ്കൂൾ പാഠപുസ്തകത്തിൽ തലോടലും കാണാം. റിസോർട്ട് രാഷ്ട്രീയവും ഇലക്ടറൽ ബോണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലും കുട്ടികൾ ചർച്ച ചെയ്യണമെന്നും നിർദ്ദേശം. പുസ്തകത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളിൽ മൗനം, ജനം, ബിഗ് ബ്രേക്കിംഗ്. അടിമുടി രാഷ്ട്രീയ പരാമർശങ്ങൾ കുത്തിനിറച്ചാണ് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഗവർണറുടെ അധികാരവും അധികാര പരിധിയും ഭരണഘടനാപരമായ രീതിയിൽ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നു. കേന്ദ്ര പദ്ധതികളിലും വിഭവ വിതരണത്തിലും രാഷ്ട്രീയം കലർത്തുന്നു. ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലത്തും വിവാദ വിഷയം തുടങ്ങിയ രാഷ്ട്രീയ പരാമർശങ്ങൾ ആ പദവിയോട് കുട്ടികൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളോട് അവമതിപ്പ് തോന്നാൻ, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വിദ്വേഷം തോന്നാൻ, ഭീകരവാദികളോട് അനുതാപം തോന്നാൻ എന്നിങ്ങനെ CPM വരയ്ക്കുന്ന വഴിയിലൂടെ നമ്മുടെ കുട്ടികൾ പഠിക്കുവാനും വളരുവാനും വേണ്ടിയാണ് പാഠപുസ്തകങ്ങളിൽ രാഷ്ട്രീയം കുത്തിനിറയ്ക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾ പഠിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ മാതാപിതാക്കളാണ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.